ഹായ്, എല്ലാവർക്കും ട്രൂ ഇവന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ചാലത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഡാഷ്. അപ്പൊ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ, ഉൽപ്രേരകങ്ങൾ, അഭികാരകങ്ങൾ, പ്രേരകങ്ങൾ. അപ്പൊ ഒരു രാസപ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങൾ എന്ന് പറയും. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അഭികാരകങ്ങൾ അഥവാ റിയാക്ടൻസ്. ഈ അഭികാരകങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ റിയാക്ടൻസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് രാസപ്രവർത്തന ഫലമായി ലഭിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്റ്റ് എന്ന് പറയും. ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്റ്റ്. അപ്പൊ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭികാരകങ്ങൾ അഥവാ റിയാക്ടൻസ് എന്ന് പറയും. രാസപ്രവർത്തന ഫലമായി ലഭിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമല്ല നമ്മളോട് യോജിച്ചിരിക്കുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കുചേരുകയും സ്വയം രാസമാറ്റത്തിനൊന്നും വിധേയമാകാതെ അല്ലെങ്കിൽ സ്വയം ഇനർട്ടായിട്ട് നിന്നുകൊണ്ട് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്ക് രാസപ്രവർത്തന വേഗതയിൽ അല്ലെങ്കിൽ രാസപ്രവർത്തന നിരക്കിന് മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ തന്നെ ചോദ്യമായിട്ട് വരുന്നതാണ്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയും അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയും. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ആരെന്ന് പറയുന്നത്? ഉൽപ്രേരകങ്ങൾ അഥവാ എന്ത് പറയാൻ സാധിക്കും? നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഈ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറ്റാലിസിസ് എന്ന് പറയും. കെമിക്കൽ കറ്റാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രാസപ്രവർത്തനങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കെമിക്കൽ കറ്റാലിസിസ് എന്ന് പറയും. അപ്പൊ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്ക് വ്യത്യാസപ്പെടുത്തുവാനായിട്ട് രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. അപ്പൊ നിരക്ക് വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ അത് സംഭവിക്കാം. ഒന്നെങ്കിൽ രാസപ്രവർത്തന നിരക്ക് കൂട്ടുവാനായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ രണ്ടാണെങ്കിൽ അപ്പൊ അതിന് ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാറ്റലിസ്റ്റുകളെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. രാസപ്രവർത്തന നിരക്ക് കൂട്ടുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങളെ കാറ്റലിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും, അതുപോലെ തന്നെ രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഓർത്തിരിക്കുക, ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത് സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ, അതായത് ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലം അതിന്റെ കൂടെ പങ്കുചേരുമെങ്കിലും സ്വയം മാറ്റമൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ എന്ത് പറയാം, സിമ്പിളായിട്ട് നമുക്ക് വേണേൽ പറയാം, വ്യക്തിത്വമുള്ളവനാണ് ഉൽപ്രേരകം എന്ന് വേണേൽ പറയാം. അവൻ അതിന്റെ കൂടെ പങ്കുചേരുമെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ. രാസപ്രവർത്തന നിരക്ക് കൂട്ടുവാൻ ഉപയോഗിക്കുന്നവയാണെങ്കിൽ അവയെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും, രാസപ്രവർത്തന നിരക്ക് കുറയുകയാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും പറഞ്ഞു. അങ്ങനെ ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കെമിക്കൽ കറ്റാലിസിസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പങ്കുചേരുന്ന ആളുകളെ നമ്മൾ അഭികാരകങ്ങൾ അഥവാ റിയാക്ടൻസ് എന്നും, രാസപ്രവർത്തന ഫലമായി നമുക്ക് ലഭിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്പന്നങ്ങൾ അഥവാ എന്താണ്? പ്രോഡക്ട്സ് എന്നുമാണ് പറയുന്നത്. അപ്പൊ കാര്യം ക്ലിയർ ആണോ? അത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ അഥവാ എന്ത് പറയാം? കാറ്റലിസ്റ്റ് എന്ന് പറയാം. കാറ്റലിസ്റ്റുകൾ എന്ന് പറയാം. അപ്പോൾ ഉൽപ്പന്നങ്ങൾ പ്രവർത്തന ഫലമായി കിട്ടുന്നതാണ്. അഭികാരകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? അഭികാരകങ്ങൾ എന്ന് പറയുന്നത്.
അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കെമിക്കൽ ഫോർമുല പറയുകയാണെങ്കിൽ എന്താണ്? H2SO4 ആണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഉൽപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് ആണ് എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം എന്ന് പറയാം, വനേഡിയം പെന്റോക്സൈഡ്. ഓർത്തിരിക്കുക, കെമിക്കൽ ഫോർമുല പറയുകയാണെങ്കിൽ V2O5 ആണ്. വനേഡിയം പെന്റോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? V2O5 ആണ് വനേഡിയം പെന്റോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന്. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആസിഡുകളുടെ രാജാവ്, കിങ് ഓഫ് ആസിഡ്സ്, അതുപോലെ തന്നെ രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളായിരുന്നു പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ആസിഡുകളുടെ രാജാവ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും അത് തന്നെയാണ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് കോണ്ടാക്ട് പ്രോസസ് ആണ്. കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. കോണ്ടാക്ട് പ്രോസസ് അഥവാ എന്ത് പറയാം? സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് ആണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഡ് ചേംബർ പ്രോസസ്സും ഉണ്ട്. ലെഡ് ചേംബർ പ്രക്രിയ എന്നതും ഇതിന്റെ മാനുഫാക്ചറിങ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഓർത്തിരിക്കുക, ആസിഡുകളുടെ രാജാവ്, രാസവസ്തുക്കളുടെ രാജാവ്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്, നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് ആണ്. അതല്ലെങ്കിൽ മറ്റൊരു പ്രോസസ്സ് പറഞ്ഞു, ലെഡ് ചേംബർ പ്രോസസ്സ് പറഞ്ഞു. അതുപോലെ സമ്പർക്ക പ്രക്രിയയിൽ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ്ങിന്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്നത്, V2O5 എന്ന് പറയുന്നത്. അതുപോലെ ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ ഓർത്തിരിക്കുന്ന നല്ലതാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. സമ്പർക്ക പ്രക്രിയ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ നൈട്രിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ HNO3 ആണ്. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ് HNO3 ആണ്. നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ് കേട്ടോ. അങ്ങനെ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ PSC എടുത്ത് ചോദിക്കുന്നതാണ്, പല പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഓർത്തിരിക്കുക, സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ, അതുപോലെ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഓസ്റ്റ്വാൾഡ് എന്ന പേര് അല്ലെങ്കിൽ ആ ടേം ഒന്ന് ഓർത്ത് വെച്ചോളുക. ആറ്റത്തിന് അല്ലെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് പറയുന്നത് ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്നത്. ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്ന ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കുകയാണ്. മഴവെള്ളത്തിന്റെ pH മൂല്യമാണ്. pH മൂല്യത്തെ കുറിച്ച് പറയുമ്പം pH എന്ന വാക്കിന്റെ ഫുൾ ഫോം തന്നെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pH എന്ന വാക്കിന്റെ ഫുൾ ഫോം തന്നെ വരുന്നത്. അതുപോലെ മഴവെള്ളം pH സ്കെയിലിന്റെ ഒരു റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 7 വരെയും 7 മുതൽ എത്രയാണ് 14 വരെയുമാണ് pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 7-ൽ താഴെ pH മൂല്യമുള്ള ആൾക്കാർ ആസിഡുകളും 7-ൽ കൂടുതൽ pH മൂല്യമുള്ള ആൾക്കാർ എന്ന് പറയുന്നതാണ് ബേസുമാണ്. എന്നാൽ 7 pH മൂല്യം എന്ന് പറയുന്നത് ന്യൂട്രൽ ലായനികളാണ്. ന്യൂട്രൽ ലായനികളുടെ pH മൂല്യമാണ് 7 എന്ന് പറയുന്നത്. മഴവെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? മഴവെള്ളത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ് കേട്ടോ. 7 ആണ് മഴവെള്ളത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻറ്റ് മെറ്റൽസും അതിന്റെ ഓസിനെ കുറിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന മാലക്കൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാലക്കൈറ്റ്, അതുപോലെ തന്നെ മാലക്കൈറ്റ്, കുപ്രൈറ്റ്, ഇതൊക്കെ ഏതിൻ്റെയാണ്? മാലക്കൈറ്റ്, കുപ്രൈറ്റ് ഒക്കെ ഏതിൻ്റെയാണ്? കോപ്പറിൻ്റെയാണ് കേട്ടോ. കോപ്പറിന്റെ പ്രധാന അയിരാണ് മാലക്കൈറ്റ്, കുപ്രൈറ്റ് ഒക്കെ എന്തിനാണ്? കോപ്പറിന്റെ പ്രധാന അയിരാണ് വരുന്നത്. അതുപോലെ തന്നെ ഓസിലേക്ക് വരുമ്പോഴത്തേക്ക് സിങ്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സിങ്കിന്റെ അയിര് ചോദിക്കുന്നതാണ്. സിങ്കിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നതാണ് കലാമിൻ എന്ന് പറയുന്നതാണ്. കലാമിൻ,
കലാമിൻ എന്നത് എന്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് സിങ്കിന്റെ പ്രധാന ഓറാണ്. കലാമിൻ എന്നത് സിങ്കിന്റെ ഓറാണ്. അടുത്ത അയൺ ആണ് വന്നിരിക്കുന്നത്, ഇരുമ്പാണ്. ഇരുമ്പിന്റെ അയിരുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് വരുന്നത്? അയണിന്റെ ഓർസ് എന്ന് പറയുന്നത് നമ്മുടെ ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അയൺ പൈറൈറ്റ്സ് ഉണ്ട്. അയൺ പൈറൈറ്റ് ഇതൊക്കെ എന്താണ്? ഇരുമ്പിന്റെ അയിരുകളാണ് വരുന്നത്. അപ്പം പ്രധാനമായിട്ടും അയണിന്റെ ഓർസ് ഓർത്തിരിക്കണം. അയൺ ചോദിക്കുന്നതാണ്, കോപ്പറിന്റെ ഓർ ചോദിക്കുന്നതാണ്. അപ്പോൾ അയണിന്റെ അയിരുകൾ എന്ന് പറയുന്നതാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് അയണിന്റെ അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം മാലക്കൈറ്റ് ആണ്. മാലക്കൈറ്റ്, കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയിരാണ്. പിന്നെ അതുപോലെ തന്നെ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഒക്കെ എന്താണ്? അലൂമിനിയത്തിന്റെ പ്രധാന അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ സിങ്കിന്റെ അയിര് നമ്മൾ പറഞ്ഞത്, സിങ്കിന്റെ അയിര് എന്ന് പറഞ്ഞതാണ് കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ്. പിന്നെ അതുപോലെ പറയുമ്പോഴത്തേക്ക് സിനബാർ എന്ന് പറയുന്ന അറയാണ് മെർക്കുറിയുടെ അയിരാണ്. മെർക്കുറിയുടെ അയിരാണ് ആരെന്ന് പറയുന്നത്? സിനബാർ എന്ന് പറയുന്നത്. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, മെസ്സി എന്ന് ഓർത്ത് വെച്ചാൽ മതി. മെർക്കുറിയുടെ അയിരാണ് ആരെന്ന് പറയുന്നത്? മെർക്കുറിയുടെ പ്രധാന അയിരാണ് സിനബാർ. അപ്പം മെസ്സി എന്ന് ഓർത്തിരിക്കുക. അതും പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സിനബാർ ഏത് മൂലകത്തിന്റെ അല്ലെങ്കിൽ ഏത് ലോഹത്തിന്റെ അയിരാന്ന് ചോദിച്ചിട്ടുണ്ട്. മെർക്കുറിയുടെ അയിരാണ് സിനബാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ബോക്സൈറ്റ് ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബോക്സൈറ്റ്. അപ്പോൾ അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ബോക്സൈറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സിങ്ക് കലാമിനാണ്. അയണിന്റെ അയിര് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് പറഞ്ഞു. പിന്നെ അതുപോലെ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയണിന്റെ അയിരാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന അലൂമിനിയമാണ്. അലൂമിനിയത്തിന്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്ന അലൂമിനിയത്തിന്റെ അയിരാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ബോക്സൈറ്റ് ഉണ്ട്. പിന്നെ കോപ്പർ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കോപ്പറാണ്. മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? മാലക്കൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെയാണ്? കോപ്പറിന്റെ പ്രധാന അയിരാണ് ഏതെന്ന് പറയുന്നത് മാലക്കൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം എന്ന് പറയുന്നത് 2019 ആയിരുന്നു. 2019 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി ആചരിച്ചതാണ് ഇത് 2019 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം എന്ന് പറയുന്നതാണ് 2019 ആണ്. പിന്നെ അതുപോലെ ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികമായിരുന്നു 2019 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളായി ആചരിച്ചത് 2019 ആചരിച്ചെന്ന് പറയുന്നു. പിന്നെ അതുപോലെ വരുമ്പോഴത്തേക്ക് 2005 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമാണ്. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമാണ് 2005 എന്ന് പറയുന്നത്. 2009 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമാണ് 2009. 2011 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര രസതന്ത്ര വർഷമാണ് 2011 എന്ന് പറയുന്നത്. അതുപോലെ 2015 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പ്രകാശ വർഷം, അന്താരാഷ്ട്ര മണ്ണ് വർഷം. ഇതൊക്കെ ഏതാണ്? 2015 ആണ്. ഇതൊക്കെ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. ഇവിടുന്ന് 2011 ചോദ്യം വന്നിട്ടുണ്ട്. 15 പ്രകാശ വർഷവും മണ്ണ് വർഷവും രണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. 2005 എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്ര വർഷം, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് 2019, ജ്യോതിശാസ്ത്ര വർഷം എന്ന് പറയുന്നത് 2009 ആണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഫിസിക്സുമായി ബന്ധപ്പെട്ടും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടും ബയോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നതാണ്. ജൈവ വൈവിധ്യ വർഷം, ഇന്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ഒക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ അവിടെ നിന്ന് കയറി വരാറുള്ളതാണ്. ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികമാണ് ചോദിച്ചത്. ഏതാണ്? 2019 ആണ് വരുന്നത്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി ആചരിച്ചതും ഏത് തന്നെയാണ്? 2019 ആണ്. 2019. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും എഫിഷ്യൻസി കൂടിയ ഇന്ധനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇന്ധനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇന്ധനത്തിന്റെ ക്ഷമതയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് കലോറിഫിക് മൂല്യം എന്ന് പറയും, കലോറിഫിക് വാല്യൂ എന്ന് പറയും. ഒരു ഇന്ധനത്തിന്റെ ക്ഷമത എന്ന് പറയുന്നത് കലോറിഫിക് മൂല്യത്തെ അടിസ്ഥാനമാക്കി എന്ന് പറയാൻ സാധിക്കും. കാരണം കലോറിഫിക് മൂല്യം കൂടുന്നതനുസരിച്ച് ആ ഇന്ധനത്തിന്റെ ക്ഷമത എന്തായിരിക്കും? കൂടുതലാണ്. കലോറിഫിക് മൂല്യം കൂടുന്നതനുസരിച്ച് ആ മൂലകത്തിന്റെ ക്ഷമത എന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നതായിരിക്കും കൂടുതലാണ്. എന്താണ് കലോറിഫിക് മൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജത്തിന്റെ അളവിന് പറയുന്ന പേരാണെന്ത്? അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജമാണ് ആരെന്ന് പറയുന്നത്? കലോറിഫിക് മൂല്യം എന്ന് പറയുന്നത്. കലോറിഫിക് മൂല്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്
അപ്പോൾ കലോറിഫിക് മൂല്യം കൂടുതലുള്ള ഇന്ധനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവയുടെ എഫിഷ്യൻസി, അവയുടെ ക്ഷമത എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലാണ്. അപ്പോൾ ഇന്ധനക്ഷമതയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അറിയേണ്ട ഒരു പാരാമീറ്റർ ആണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ തന്നെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് എന്ന് പറയുന്നത് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ കലോറിഫിക് മൂല്യം കൂടുമ്പോൾ ആ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി, ക്ഷമത ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നതും എന്ത് തന്നെ പറയാൻ സാധിക്കും? നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയാൻ സാധിക്കും. ക്ഷമത ഏറ്റവും കൂടിയ ഇന്ധനവും ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ എന്നൊരു ഇന്ധനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ഇന്ധനം എന്ന നിലയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഹൈഡ്രജനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് BSc. ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോൾ ഈ ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജനിൽ ഹൈഡ്രജൻ കത്തുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ജലമാണ് കിട്ടുന്നത്. അങ്ങനെ ജലം കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറയാം ശുദ്ധജലമാണ് കിട്ടുന്നത്. യാതൊരുവിധ മലിനീകരണവും അത് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ക്ലീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഗ്രീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ക്ലീൻ ഫ്യൂവൽ, ഗ്രീൻ ഫ്യൂവൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന മൂലകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന മൂലകം, മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന മൂലകം എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ഹൈഡ്രജൻ ആണ് വരുന്നത്. ഓർത്തിരിക്കുക, ക്ലീൻ ഫ്യൂവൽ, ഗ്രീൻ ഫ്യൂവൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹൈഡ്രജൻ ആണ്. മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത ഇന്ധനം എന്ന് ചോദിച്ചിട്ടുണ്ട്. യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കാത്ത ഇന്ധനം എന്ന് ചോദിച്ചാലും ഇത് തന്നെ പറയാം, നമുക്ക് ഹൈഡ്രജൻ ആണ് വരുന്നത്. ഇന്ധനക്ഷമത ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നതും ഹൈഡ്രജൻ ആണ് വരുന്നത്. ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനെ നമുക്ക് എന്താ പറയുക, സുരക്ഷിതമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വളരെ കൂടിയ സ്ഫോടന സ്വഭാവമുള്ളൊരു മൂലകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ സ്ഫോടന സ്വഭാവമാണ്, എക്സ്പ്ലോസീവ് നേച്ചറാണ് അതിനെ ഗാർഹിക ഇന്ധനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് നമ്മൾ നിലവിൽ ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രജനിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വീണ്ടും വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിച്ച സംവിധാനത്തിൽ ഉപയോഗിച്ച മൂലകം, അവിടെ ഫ്യൂവൽ സെല്ലാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ചെന്ന് പറയുന്നത് ഫ്യൂവൽ സെല്ലാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ പവർ ജനറേഷനായി ഉപയോഗിച്ചത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ചത്. അവിടെ ഉപയോഗിച്ച മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലെ ഫ്യൂവൽ സെല്ലിൽ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിച്ച മൂലകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ക്ലീൻ ഫ്യൂവൽ എന്ന് പറഞ്ഞു, ഗ്രീൻ ഫ്യൂവൽ എന്ന് പറഞ്ഞു, മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേണേൽ ഊർജ്ജത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ലീൻ എനർജി, അതുപോലെ ഗ്രീൻ എനർജി എന്നിങ്ങനെ അറിയപ്പെടുന്നത്, ഹരിത ഊർജം എന്നറിയപ്പെടുന്നത് ആരാണ്? ഊർജ്ജമാണ് ചോദിക്കുന്നതെങ്കിൽ അത് സൗരോർജ്ജമാണ് കേട്ടോ. ഹരിത ഊർജം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത്, മലിനീകരണമൊന്നും ഉണ്ടാക്കാത്ത ഊർജ്ജ രൂപം എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? സൗരോർജ്ജമാണ്. എന്നാൽ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം, ക്ലീൻ ഫ്യൂവൽ, ഗ്രീൻ ഫ്യൂവൽ, ഹരിത ഇന്ധനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്ധനം എന്ന നിലയ്ക്ക് ഇന്ധനം എന്ന പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ചൊക്കെ പല രീതിയിൽ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ്. ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള മൂലകങ്ങളെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്